കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വൈകിയ സമയത്ത് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഈ അധ്യയന വർഷത്തിലെ ആദ്യത്തെ ക്ലാസ് ആണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ചർച്ചിന്റെ സമയത്തിനൊരു മാറ്റം വന്നുപോയി. രാവിലത്തെ സമയം വൈകിട്ടായി. അതുകൊണ്ട് ഞാൻ ഇട്ട ടൈം ടേബിള്, നിങ്ങൾക്ക് തന്ന ടൈം ടേബിൾ മൊത്തം വ്യത്യാസം വന്നു. അത് ടൈം ടേബിള് പിന്നാലെ നിങ്ങൾക്ക് റീഷെഡ്യൂൾ ചെയ്ത് അയച്ചു തരാം. ക്ലാസ്സുകൾക്കൊന്നും മുടക്കം വരാതെ ദൈവം നടത്തും. പ്രത്യേകാല് നമ്മുടെ സെമിനാരി ഓർത്ത് പ്രാർത്ഥിക്കുക. കുമ്പനാട് ജനറൽ കൺവെൻഷൻ നടക്കുന്നത് കൊണ്ട് ചില സ്റ്റുഡൻസ് ഇന്ന് അവിടെ പോകുമെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും വന്നവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. കഴിയുമെങ്കിൽ നിങ്ങളുടെ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ഫേസ് ടു ഫേസ് നിങ്ങളെ കണ്ട് പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ടേബിളിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എക്ലിഷ്യോളജി ആൻഡ് എസ്കറ്റോളജി, അതായത് സഭാശാസ്ത്രവും അന്ത്യകാല ശാസ്ത്രവും. ഈ വിഷയമാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവശാസ്ത്രം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. സമുദ്രം പോലെ കിടക്കുന്ന ഒരു വിഷയമാണ്. ചില ശാസ്ത്രങ്ങളുടെ പേര് പറയാമോ? തിയോളജി, ദൈവശാസ്ത്രം. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന മെഡിക്കൽ ലൈനോ സെക്യുലർ ലൈനോ തിയോളജിക്കൽ ലൈനിലോ ഉള്ള ഏതെങ്കിലും ശാസ്ത്രത്തിന്റെ പേര് പറയാമെങ്കിൽ നല്ലതായിരുന്നു. ഏഞ്ചലോളജി, ന്യൂമറ്റോളജി, ഏഞ്ചലോളജി, സൈക്കോളജി, സൈക്കോളജി, മനഃശാസ്ത്രം, ആന്ത്രോപോളജി, നരവംശാസ്ത്രം. പിന്നെ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ബയോളജി എന്നൊരു സംഭവം ഉണ്ടല്ലോ. അതിന്റെ മലയാളം എന്നാ? ജന്തുശാസ്ത്രം, ജീവശാസ്ത്രം അല്ലേ? ഓക്കെ. മൈക്രോബയോളജി, സുവോളജി, കോസ്മോളജി, ഇങ്ങനെ ഒത്തിരി ഓളജികളുണ്ട്, ശാസ്ത്രങ്ങളുണ്ട്. ഓക്കെ. ആദ്യമായിട്ട് ഈ തിയോളജിയുടെ ചില ഇൻട്രൊഡക്ഷൻസ്, മുഖവരയൊക്കെ ചിലതൊക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് മുഖവരെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. മുഖവര ബേസ്മെന്റ് ഇല്ലാതെ നമ്മൾ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. സ്തോത്രം. തിയോളജി, സയൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശാസ്ത്രം, ദൈവശാസ്ത്രം. രണ്ട് ഗ്രീക്ക് പദങ്ങളാണ് തിയോളജി എന്ന വാക്കിൽ കാണാൻ കഴിയുന്നത്. ആദ്യത്തെ തിയോ. തിയോ എന്ന് പറഞ്ഞാൽ എന്നാ? പലപ്പോഴും പഠിച്ചിട്ടുള്ളവർക്കറിയാം. തിയോ എന്ന് പറഞ്ഞാൽ ദൈവം. ലോഗോസ് എന്ന് പറഞ്ഞാൽ വചനം. തിയോ പ്ലസ് ലോഗോസ്, തിയോളജി. അന്നേരം ദൈവ വചനത്തെ കുറിച്ചുള്ള പഠനം. സ്തോത്രം. പ്രധാനമായി ദൈവശാസ്ത്രത്തെ നമുക്ക് 5 തരം തിരിച്ച് പഠിക്കാം. We can divide theology into 5-fold. 5 നമുക്ക് തരം തിരിച്ച് പഠിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒന്നാമത്തേത് പ്രകൃതി ദൈവശാസ്ത്രം, നാച്ചുറൽ തിയോളജി. പ്രകൃതി ദൈവശാസ്ത്രം അഥവാ നാച്ചുറൽ തിയോളജി. രണ്ടാമത്തേത് വ്യാഖ്യാന ദൈവശാസ്ത്രം, എക്സജറ്റിക്കൽ തിയോളജി, അല്ലെങ്കിൽ ബിബ്ലിക്കൽ തിയോളജി എന്നും പറയാം. വ്യാഖ്യാന ദൈവശാസ്ത്രം, എക്സജറ്റിക്കൽ തിയോളജി ഓർ ബിബ്ലിക്കൽ തിയോളജി. മൂന്നാമത്തേത് ചാരിത്രിക ദൈവശാസ്ത്രം, ഹിസ്റ്റോറിക്കൽ തിയോളജി. ഹിസ്റ്റോറിക്കൽ തിയോളജി. നാലാമത്തേത് വ്യവസ്ഥിത ദൈവശാസ്ത്രം,
അതിന് സിസ്റ്റമാറ്റിക്കൽ തിയോളജി എന്ന് പറയും. സിസ്റ്റമാറ്റിക് തിയോളജി. ലാസ്റ്റ് വൺ, പ്രായോഗിക ദൈവശാസ്ത്രം, പ്രാക്ടിക്കൽ തിയോളജി. ഇതൊക്കെ ഇങ്ങനെ സമുദ്രം പോലെ പഠിക്കാൻ കിടക്കുന്ന സബ്ജക്റ്റുകളാണ്. അതിന്റെ ടോപ്പിക്ക് മാത്രമാണ് പറയുന്നത്. അന്നേരം പ്രധാനമായി ദൈവശാസ്ത്രത്തെ നമുക്ക് 5ആയിട്ട് തരംതിരിച്ച് പഠിക്കാൻ പറ്റും. പ്രകൃതി ദൈവശാസ്ത്രം, വ്യാഖ്യാന ദൈവശാസ്ത്രം, ചരിത്ര ദൈവശാസ്ത്രം, വ്യവസ്ഥിത ദൈവശാസ്ത്രം, പ്രായോഗിക ദൈവശാസ്ത്രം. അതായത് നാച്ചുറൽ തിയോളജി, എക്സിജറ്റിക്കൽ തിയോളജി, ഹിസ്റ്റോറിക്കൽ തിയോളജി, സിസ്റ്റമാറ്റിക് തിയോളജി ആൻഡ് പ്രാക്ടിക്കൽ തിയോളജി. ഇനി വളരെ ഷോർട്ടായിട്ട് ചില കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് വൺ, നാച്ചുറൽ തിയോളജി. എന്താണ് നാച്ചുറൽ തിയോളജി എന്ന് പറഞ്ഞാൽ? പ്രകൃതി ദൈവശാസ്ത്രം. എന്താണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്? നമുക്ക് ചുറ്റും കാണുന്ന ഈ പ്രകൃതി അല്ല ഈ പ്രപഞ്ചം ദൈവത്തെ വെളിപ്പെടുത്തും. നമുക്ക് ചുറ്റും കാണുന്ന ഈ പ്രപഞ്ചം ആരെ വെളിപ്പെടുത്തുന്നു? ദൈവത്തെ വെളിപ്പെടുത്തുന്നു. നേച്ചർ റിവീൽസ് ഗാഡ്. ദൈവത്തെ വെളിപ്പെടുത്തുന്നു. ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു പരീക്ഷണശാലയാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ കണ്ടിട്ട് ദൈവം ഇല്ലെന്ന് പെട്ടെന്ന് പറയാൻ പറ്റിയല്ല. ദൈവം പ്രപഞ്ചത്തിൽ കൂടെ ഒരു സത്യം അന്വേഷിക്ക് എപ്പോഴും വെളിപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 19-ാം സങ്കീർത്തനം എടുക്കുക. ടേൺ യുവർ ബൈബിൾ, സാംസ് നമ്പർ 19 വേഴ്സ് 1. 19-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അന്നേരം നോക്കണേ, നമ്മുടെ തലയ്ക്ക് മുകളിൽ കാണുന്ന ആകാശം, heaven declares the glory of God. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അനന്തമായി കിടക്കുകയാണ്, മൈല് കണക്കിന്. സ്തോത്രം. എങ്ങും എത്താത്തതുപോലെ തുടക്കവും ഒടുക്കവും ഇല്ലാതെ കിടക്കുന്ന ഈ അനന്തവിയായുസ്സിൽ ഈ ആകാശം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അന്നേരം വീടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി നേരെ മുകളിലോട്ട് നോക്കിയാൽ നാം കാണുന്ന ആകാശമാണ്. ഈ ആകാശത്തെ കണ്ടിട്ട് ദൈവമില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? മനസ്സിലായോ? റോമാലേഖനം 1:20. റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 20. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. ആമേൻ. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതുപോലെ ഇന്ന് വരെ ദൈവത്തിന്റെ പ്രവർത്തികൾ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വരികയാണ്. മനസ്സിലായോ? പ്രകൃതി, ഈ ഭൂമിയുടെ ചരിവ് നിങ്ങൾക്കറിയാമോ? എത്ര ഡിഗ്രി ചരിവിലാണ് ഭൂമി നിൽക്കുന്നത്? സയൻസ് ഒക്കെ പഠിച്ചവർക്കറിയാം. 90 ആണ്. നമ്മൾ പിന്നെ കാണുകയാണ് 23 ഡിഗ്രി. നിങ്ങൾ പൈസ ഇല്ലെങ്കിൽ നാളെ പോയി ഒരു ഗ്ലോബ് വാങ്ങിക്കണം. ആ ഗ്ലോബ് ഇരിക്കുന്നത് എങ്ങനെയാണ്? ചരിഞ്ഞില്ല, നേരെയാണോ ഇരിക്കുന്നത്? അതിനൊരു ചരിവ് കണ്ടോ? 23 ഡിഗ്രി ചരിച്ചായിരിക്കുന്നത്. എന്നാൽ ഈ ഭൂമി
ഭൂമി നിൽക്കുന്നത് അങ്ങനെ ആ ഒരു ചരിവിലാണ് നിൽക്കുന്നത്. 23 ഡിഗ്രി ചരിവിലാണ് നിൽക്കുന്നത്. ഇത് ചിലര് പറയും സൂര്യനിൽ നിന്ന് ഏതാണ്ട് പൊട്ടിത്തെറിച്ച് ഭൂമി ഉണ്ടായി എന്നൊക്കെ പറയും. അത് കറക്റ്റായിട്ട് ആ 23 കൊണ്ടങ്ങ് നിർത്തിയില്ലേ. എന്ത് മണ്ടത്തരം പറഞ്ഞു പഠിപ്പിക്കുന്നതെന്ന് ഓർക്കണേ. എനിവേ, ഈ 23 എന്നുള്ളത് 24.5 ഡിഗ്രി ആയാൽ എന്നെ സംഭവിക്കുക നിങ്ങൾ എന്തെങ്കിലും ഊഹിച്ചിട്ടുണ്ടോ? നമ്മൾ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി 23.5 ഡിഗ്രി ചരിവിൽ നിന്ന് ഇത്രയും നാൾ 23 ഡിഗ്രി നിൽക്കുമല്ലേ, ഇന്ന് മുതൽ 24 ആക്കിയേക്കാമെന്ന് ദൈവം വിചാരിച്ചാൽ, അല്ലെ അങ്ങനെ ഈ ഭൂമി നിന്നാൽ എന്നാ സംഭവിക്കുമെന്ന് പറയാം. ഇതൊരു അഗ്നിഗോളമായി പോകും. ഒന്നും ഇപ്പം തന്നെ ചൂട് സഹിക്കാൻ പറ്റിയല്ല. 1 ഡിഗ്രി ചരിഞ്ഞാൽ പിന്നെ സൂര്യനോട് കുറച്ച് അടുക്കുകയല്ലേ. ഇനിയും 23 എന്നുള്ളത് 22.5 ആയാലും മഞ്ഞുകോളമായി പോകും. അന്നേരം മനുഷ്യനെ ജീവിക്കാൻ പരുവത്തിന്, അല്ലെ, ദൈവ സൃഷ്ടിച്ച അപ്പോസ്തലപ്രവൃത്തിയിൽ ഒരു വാക്യമുണ്ട്. ഒന്ന് എടുത്ത് കണ്ടവരൊന്ന് വായിച്ചേര്. റഫറൻസ് എന്റെ മനസ്സില് ഒരുവരിൽ നിന്ന് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തില് ഭൂതലത്തെങ്കിലും കൂടിയിരിക്കാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അന്നേരം ഒരുവനിൽ നിന്ന്, ആദാമിൽ നിന്ന് മനുഷ്യവർഗത്തെ എല്ലാം ദൈവം ഉളവാക്കി. ഭൂമിയെ ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. അവർക്ക് പാർക്കാൻ അതിരുകളുണ്ട്, കാലങ്ങളുണ്ട്. ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. തന്നെ ഉണ്ടായി വന്നൊന്നുമല്ല ഇതൊന്നും. മനസ്സിലായോ? അന്നേരം പ്രകൃതിയിൽ കൂടെ we can understand that there is God. ഒരു ദൈവം ഉണ്ടെന്നുള്ളത് പ്രകൃതിയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യം വായിക്കണം. അപ്പോസ്തലപ്രവൃത്തി 14:17. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെ കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. സ്വർഗത്തിലെ ദൈവം ആകാശത്ത് നിന്ന് മഴ തരുന്നു, മഞ്ഞ് തരേണ്ട സമയത്ത് മഞ്ഞ് തരുന്നു, ഫലപുഷ്ടമായിട്ടുള്ള സസ്യങ്ങൾ വിളയത്തൊക്കെ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഉടേ തമ്പുരാൻ തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഉയരത്തിൽ ഒരു ദൈവം ഉണ്ടെന്നുള്ളത്. മനസ്സിലായോ? എത്ര ഭംഗിയുള്ള ഒരു കീർത്തനമാണ് 148-ാം സങ്കീർത്തനം. മുഴുവൻ വായിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. 148-ാം സങ്കീർത്തനം ഈ പ്രപഞ്ചത്തിൽ സർവശക്തനായ ദൈവത്തെ സകല സൃഷ്ടികളും മഹത്വപ്പെടുത്തണമെന്നുള്ളതാണ്. മനസ്സിലായോ? അന്നേരം നാച്ചുറൽ തിയോളജി. അന്നേരം ഞാൻ പലപ്പോഴും ഓർക്കും, ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ഈ ഫുജറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഫുജറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സമുദ്രനിരപ്പിൽ നിന്ന് താഴെയാണ് ഞങ്ങളുടെ ലാൻഡ്. സമുദ്രനിരപ്പ് സാധാരണ നമ്മുടെ ഈ മറ്റു പല രാജ്യങ്ങളിൽ, കേരളത്തിലൊക്കെ ആണെങ്കിൽ സമുദ്രനിരത്തിൽ നിന്ന് നിരപ്പിൽ നിന്ന് ഉയരത്തിലാണ് ലാൻഡ്. പക്ഷെ ഇവിടെ നേരെ താഴെയാണ്. അവിടാണ് ദൈവത്തിന്റെ ഒരു വലിയ ഒരു മഹത്വം നമ്മൾ കാണേണ്ടത്. സമുദ്രത്തിന് ദൈവം മണല് കൊണ്ട് അതിന് നിശ്ചയിച്ചു, ഇങ്ങോട്ട് കയറാൻ പാടില്ലെന്നുള്ള നിലയിൽ. മനസ്സിലായോ? അന്നേരം ഈ കടൽ തീരത്തെല്ലാം ദൈവം മണൽ വെച്ച് ഒരു മണല് കൊണ്ട് അതിന് വെച്ചിരിക്കുക, ഇങ്ങോട്ട് കയറാൻ പാടില്ല. മനസ്സിലായോ? സാധാരണ സ്ലോയിൽ കിടക്കുന്നിടത്തോട്ടാണ് വെള്ളം വരേണ്ടത്.
പക്ഷെ സമുദ്രനിരപ്പിൽ നിന്ന് താണ് കിടക്കുന്ന കരപ്രദേശങ്ങളിൽ പോലും സർവശക്തനായ ദൈവം ആ സമുദ്രത്തെ മണല് കൊണ്ട് കരിങ്കല്ല് കൊണ്ടും ഇഷ്ടിക കൊണ്ടും സിമെന്റ് കൊണ്ടും ഉറപ്പിച്ചെന്നല്ല, മണല് കൊണ്ട് അതിരി വെച്ചു. ഇവിടെ തമ്പുരാൻ മണ്ണിട്ടിട്ട് പറഞ്ഞു കേൾക്കണം, ഇനി ഇങ്ങോട്ട് കയറല്ലോ. നമ്മുടെ ഏതെങ്കിലും പറമ്പിന് മണല് കൊണ്ട് നമ്മള് വേലി കെട്ടാറുണ്ട്? മണല് കൊണ്ടാണോ ചെയ്യുന്നത്? അല്ലല്ലോ. പക്ഷെ കർത്താവ് വിട്ട മണല്, നീ ഈ ഇങ്ങോട്ട് കടക്കല്ലെന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്ന മണ്ണ് ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കും. രാമൻ പറഞ്ഞു. അതാണ് ദൈവത്തിന്റെ വിശ്വസ്ത എന്ന് പറയുന്നത്. സ്തോത്രം. ഒന്നാമത്തേത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുന്നേ ഉള്ളൂ, ഒന്നും അത്രയൊന്നും പഠിക്കുന്നില്ല, നമ്മുടെ വിഷയം വേറെയാണ്. രണ്ടാമതായിട്ട് വ്യാഖ്യാന ശാസ്ത്രം, എക്സജറ്റിക്കൽ, EXEGETICAL, എക്സജറ്റിക്കൽ തിയോളജി അല്ലെങ്കിൽ ബിബ്ലിക്കൽ തിയോളജി. വ്യാഖ്യാന ശാസ്ത്രം ദൈവശാസ്ത്രത്തിന്റെ ഒരു ഉപഘടകമാണ് വ്യാഖ്യാന ശാസ്ത്രം. വിശുദ്ധ വേദപുസ്തകം നമുക്ക് പ്രസംഗിക്കാനുള്ളതാണ്. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തെങ്കിലും പറയുക എന്നുള്ളതല്ല, ദൈവം തന്നിരിക്കുന്ന വചനങ്ങൾ നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല വ്യാഖ്യാനിക്കേണ്ടത്. ദൈവവചനത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് ആർക്കെങ്കിലും പറയാമോ? ദൈവവചനത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം? ഏതാത്മാവിനാൽ എഴുതപ്പെട്ടോ അതെ, ഏതാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നു അതേ ആത്മാവിനാൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദൈവവചനത്തെ ദൈവവചനം കൊണ്ട് മാത്രമേ വ്യാഖ്യാനിക്കാവൂ. നിങ്ങൾ പഠിക്കും, ഹെർമോണറ്റിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്, അതിന് വ്യാഖ്യാന ശാസ്ത്രം എന്നാണ് പറയുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ അത് പഠിക്കും. ഹോമിലിറ്റിക്സും പ്രസംഗശാസ്ത്രവും വ്യാഖ്യാന ശാസ്ത്രവും ഒക്കെ നിങ്ങൾ പഠിക്കും. ചിലർ പഠിച്ചൊരു ഇതിനകത്തൊരു റിപ്പോർട്ട്. എന്നാൽ ഹെർമോണറ്റിക്സ്, വ്യാഖ്യാന ശാസ്ത്രം, നമ്മുടെ മനസ്സിൽ തോന്നുന്നതും വായി തോന്നുന്നതും പറയുന്നതല്ല വചനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ചിലർക്ക് 1 മണിക്കൂർ പ്രസംഗിക്കാൻ കൊടുത്താൽ അവർ യാത്ര ചെയ്ത സ്ഥലങ്ങള്, അവർ പഠിച്ച കാര്യങ്ങള്, അവർ വീട്ടിലെ കാര്യങ്ങള്, ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് പറയും എനിക്ക് സമയം കിട്ടിയില്ല പ്രസംഗിക്കാനെന്നത്. 1 മണിക്കൂർ കിട്ടിയിട്ടും പ്രസംഗിക്കാൻ നമ്മൾ 1 മിനിറ്റ് കൊണ്ട് പ്രസംഗിക്കും, 3 മിനിറ്റ് കൊണ്ട് പ്രസംഗിക്കും, 5 മിനിറ്റ് കൊണ്ട് പ്രസംഗിക്കും, 1 മണിക്കൂർ കൊണ്ട് പ്രസംഗിക്കും. ഒരു സ്ഥലത്ത് മാളയിൽ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ ഡയറക്റ്റ് എനിക്ക് 5 മണിക്കൂർ പ്രസംഗിക്കാൻ അവസരം കിട്ടി. ഡയറക്റ്റ് എന്നോട് പറഞ്ഞു, പാസ്റ്റർ നോൺ സ്റ്റോപ്പ് ആണ്, ഇവിടെ എല്ലാം രാവിലെ മുതൽ വൈകോളം പ്രാർത്ഥനയാണ്, പാസ്റ്റർ അതിൽ 5 മണിക്കൂർ സ്ട്രെയിറ്റ് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. 4.5 മണിക്കൂർ പ്രസംഗിക്കും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്ര സ്ട്രെയിറ്റ് പ്രസംഗിക്കുന്നത്. ഗ്യാപ്പൊന്നും ഇല്ലെന്നേ. അങ്ങനെയും ഉള്ള പ്രസംഗമുണ്ട്. അതായത് നമ്മൾ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വിഷയം ദൈവവചനത്തെ ദൈവവചനം കൊണ്ട് വ്യാഖ്യാനിക്കണം. നമ്മുടെ ജോസഫ് ചാക്കോ ഇവിടെ ഉണ്ട്, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. നമ്മുടെ സെമിനാരിയിലെ പണ്ടൊരു സായിപ്പ് വന്ന് പ്രസംഗിച്ചായിരുന്നു പഴയ കാലത്ത്. ഇന്ന് ജോസഫ് ചാക്കോ ഉണ്ടോ എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞത് അന്നേരം അദ്ദേഹം പറഞ്ഞത് ഇതാണ്: യേശു കയറിയ കഴുത. എന്നിട്ട് അതേ വ്യാഖ്യാനിക്കുന്നു, ആ കഴുതയുടെ 4 കാല് 4 സുവിശേഷം. കഴുതയുടെ 4 കാല് 4 സുവിശേഷം, വാല് റോമാലേഖനം. ഇതാണ് വ്യാഖ്യാനിച്ചത്. അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ളതല്ല ദൈവത്തിന്റെ വചനം. കഴുതയുടെ 4 കാലാണോ സുവിശേഷം? മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്നത് കഴുതയുടെ 4 കാലാണ്.
റോമാലേഖനം കഴുതയുടെ വാലാകുന്നു. അങ്ങനെ അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതൊക്കെ വചനവുമായി യാതൊരു ബന്ധമുള്ളതല്ല. സ്തോത്രം. അന്നേരം വചനത്തെ വചനം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തിരുവല്ലായ കുറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ദൈവാസം വന്ന പ്രസംഗം ഞാൻ ഓർക്കുന്നുണ്ട്. ഇയ്യോബിന് ചുറ്റും ദൈവം വേലി കെട്ടി. ആ വേലിയെ കുറിച്ച് പുള്ളി വർണ്ണിക്കുകയാണ്. ഹല്ലേലിയ എന്ന നീളത്തിലുള്ള കമ്പ്, സ്തോത്രം എന്ന കുറുകയുള്ള കമ്പ്. മനസ്സിലായോ? ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയത് ഹല്ലേലിയ എന്ന നീളത്തിലുള്ള കമ്പ് വെച്ചാണോ? സ്തോത്രം എന്ന കുറുകയുള്ള കമ്പ് വെച്ചാണോ? എടാ, സ്തോത്രം നമ്മളാ പറയേണ്ടത്, അല്ലേ? ഹല്ലേലൂയ സ്തോത്രം നമ്മളാ. ദൈവം വേലി കെട്ടിയത് കർത്താവിന്റെ സംരക്ഷണമാണ്. പിന്നെ വേറെ ആള് പറഞ്ഞു, ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ യേശുവിന്റെ രക്തം എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ഇനിയിപ്പോൾ എന്റെ രക്തമല്ല എൻ്റെ ശരീരത്തേക്ക് ഓടുന്നത്, യേശുവിന്റെ രക്തമാണ് ഓടുന്നത്. മനസ്സിലായോ? അങ്ങനെ യേശുവിന്റെ രക്തം മാത്രമുള്ള ഒരാരും ഉണ്ടോ? ഇന്നതിരിപ്പുണ്ടോ? എന്ത് പറയണമെന്നറിയത്തില്ല. ഇവരുടെ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇവരൊരിക്കലും ഒരു ദൈവദാസന്റെ കൈക്കീഴിൽ താണിരുന്ന് പഠിക്കാനോ തെറ്റുകൾ തിരുത്താനോ സംശയ നിവാരണം നടത്താനോ ഇവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആസ്ട്രേലിയയിൽ നിന്ന് കുറച്ചു നാൾ മുമ്പ് ഒരാൾ ഇവിടെ വന്നു. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, യേശുവിന് പാപം ചെയ്യാൻ കഴിയും, പക്ഷെ ചെയ്തില്ലെന്നേ ഉള്ളൂ. യേശുവിന് പാപം ചെയ്യാൻ കഴിയും, പക്ഷെ ചെയ്തില്ലെന്നേ ഉള്ളൂ. നമുക്കൊക്കെ പാപം ചെയ്യാൻ കഴിയത്തില്ലേ? നമ്മളെന്താ ചെയ്യാത്തത്? നമ്മളെപ്പോലാണോ ദൈവം? അവൻ പാപം അറിഞ്ഞിട്ടില്ല. യേശുവിനെ കുറിച്ച് പറയുന്ന അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഇല്ല, പാപം ഒഴികെ സകലത്തിനും തുല്യനായി തീർന്നെന്ന. അന്നേരം ബൈബിൾ അറിയാത്ത ആൾക്കാര് ഇതൊക്കെ പറയും, പ്രസംഗിക്കും. അതിന് ഹല്ലേലൂയ പറയുന്ന സാധുക്കളുണ്ട് കേട്ടോ. കാരണം അവർക്കറിയില്ല. കാരണം ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്ന സംഭവം സഭകളിൽ ഇല്ല. സഭകളിൽ പ്രസംഗമല്ല നമുക്ക് ആവശ്യം, അതൊക്കെ ആരാധനയ്ക്ക് ആവശ്യമാണ്. ഒരു ബൈബിൾ സ്റ്റഡി, പ്രത്യേകിച്ച് ലേഖനങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ബൈബിൾ സ്റ്റഡി വളരെ ആവശ്യമാണ്. മനസ്സിലായോ? നിശ്ചയം. കാരണം തെറ്റ് ആരും പറയില്ല, തെറ്റാരും പ്രസംഗിക്കാൻ പാടില്ല. അതാണ്. അന്നേരം തിയോളജി പഠിക്കുന്ന നിങ്ങളെങ്കിലും ഈ വ്യാഖ്യാന ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? ഓക്കെ. അന്നേരം നാച്ചുറൽ തിയോളജി നമ്മൾ ഒന്ന് ചിന്തിച്ചു വിട്ടു, എക്സജറ്റിക്കൽ തിയോളജി അല്ലെങ്കിൽ വ്യാഖ്യാന ശാസ്ത്രം ഒന്ന് മനസ്സിലാക്കി വിട്ടു. ഇനി നമ്മുടെ ചാരിത്രിക ദൈവശാസ്ത്രം, ഹിസ്റ്റോറിക്കൽ തിയോളജി. ഈ ചരിത്ര ദൈവശാസ്ത്രത്തിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ ചരിത്ര ദൈവശാസ്ത്രത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ ഗ്രോത്ത് ഓഫ് ക്രിസ്ത്യൻ ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ്, ക്രിസ്തീയ അടിസ്ഥാന ഉപദേശങ്ങളുടെ വളർച്ച. ദ ഗ്രോത്ത് ഓഫ് ക്രിസ്ത്യൻ ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ്, ഫണ്ടമെന്റൽ ഡോക്ട്രിൻസിന്റെ വളർച്ച. അത് ചരിത്ര ദൈവശാസ്ത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സോറി സാറേ, ഇന്നത്തെ സബ്ജക്ട് തിയോളജി ആണോ? തിയോളജിയാണ്. താമസിച്ച് വന്നോണ്ടാ മുഖവരെ ഒന്നും കിട്ടാതെ പോയത്. മുഖവരെ എല്ലാം പറഞ്ഞു. എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, എല്ലാവരും കൃത്യസമയത്ത് നിങ്ങൾ കയറണം. കാരണം എന്നാന്നറിയോ, മുഖവർ ഇൻട്രഡക്ഷൻ പോയാൽ നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടിയില്ല. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാവരോടും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, കൃത്യം നാട്ടിലെ സമയം 6:30 എന്ന് പറഞ്ഞാൽ 6:30 നിങ്ങൾ കയറണം. സൺഡേയിലാണെങ്കിൽ 5:30 കയറണം. 5 o'clock ചാപ്പൽ സർവീസ് ഉണ്ട്, നിങ്ങൾ അതിനകത്ത് കയറണം. മനസ്സിലായോ? അതുകൊണ്ട് പിന്നെ ഇന്നത്തെ സബ്ജക്റ്റ് തിയോളജിയാണ്. നമ്മുടെ സബ്ജക്റ്റ് എക്ലിഷിയോളജി, എക്സ്കറ്റോളജി ഒക്കെയാണ്. അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ചില ബാക്ക്ഗ്രൗണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തിയോളജിയെ കുറിച്ച് പറയുകയാണ്. അതിനുശേഷം നമുക്ക് പഠിക്കാം. മനസ്സിലായോ?
താങ്ക് യു. അന്നേരം പുതിയ നിയമ സഭയ്ക്ക് ദൈവം ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ വളർച്ച. അതുപോലെ തന്നെ ഇത് ഇൻഫ്ലുവൻസ് ഓഫ് ക്രിസ്ത്യൻ ചർച്ച്, ക്രിസ്തീയ സഭയുടെ സ്വാധീനം, അത് നമ്മൾ പഠിക്കണം. 1-ാം നൂറ്റാണ്ട് മുതൽ ഈ കാലഘട്ടം വരെ ക്രിസ്തീയ സഭയുടെ സ്വാധീനം ചെറിയതൊന്നുമല്ല. അതുപോലെ തന്നെ പഴയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ദ ബർത്ത് ഓഫ് ഇസ്രായേൽ ചർച്ച്, ഇസ്രായേൽ സഭയുടെ ആവിർഭാവം. നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന മുതൽ ഇങ്ങോട്ട് അബ്രഹാം, പിന്നെ ഇസ്ഹാക്ക്, പിന്നെ യാക്കോബ്, 12 മക്കൾ. അത് അങ്ങനെ ഇസ്രായേൽ എന്ന ഒരു വിഭാഗം രൂപീകരിക്കപ്പെടുന്നത് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുപോലെ ബർത്ത് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച്, പഴയ നിയമത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു ചർച്ച് ഉണ്ടായിരുന്നു. അത് ആ രാജ്യത്തിന് വേണ്ടിയുള്ള സംഹിതയും നിയമങ്ങളും മാത്രമായിരുന്നു യഹോവയായ ദൈവം അവിടെ കൊടുത്തത്. പുതിയ നിയമ സഭയുടെ ഉത്ഭവം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങി വരവോടാണ് ലിറ്ററലി ദ ബർത്ത് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച്. പിന്നെ സഭയുടെ ചരിത്രങ്ങള്, വിശ്വാസ പ്രമാണങ്ങള്, ഇതെല്ലാം ഈ ഹിസ്റ്റോറിക്കൽ തിയോളജിക്കകത്ത് പഠിക്കാനുള്ളതാണ്. മനസ്സിലായോ? ഇനി അടുത്തത് സിസ്റ്റമാറ്റിക് തിയോളജി, വ്യവസ്ഥാപിതമായ ദൈവശാസ്ത്രം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. നമ്മളൊക്കെ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും സിസ്റ്റമാറ്റിക് തിയോളജിയാണ്. അതായത് വിശ്വാസത്തിനും ധാർമ്മിക പ്രമാണങ്ങൾക്കും അനുയോജ്യമായ ദൈവശാസ്ത്ര പഠനം. നമുക്കൊരു മൊറാലിറ്റി ഉണ്ട്, നമുക്കൊരു ഫെയ്ത്ത് ഉണ്ട്. എന്തോ വിശ്വാസത്തിനും ധാർമ്മിക പ്രമാണങ്ങൾക്കും അനുയോജ്യമായ ദൈവശാസ്ത്ര പഠനം. നമുക്കൊരു വിശ്വാസമുണ്ട് അല്ലേ? അതുപോലെ നമുക്ക് മൊറാലിറ്റി ഉണ്ട്. ചില ദൈവങ്ങളെയൊക്കെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഇമ്മോറലായിട്ട് ജീവിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ ദൈവം എക്കാലവും അശുദ്ധിയെ വെറുക്കുന്ന ദൈവമാണ്, ദുർനടപ്പിനെ വെറുക്കുന്ന ദൈവമാണ്. ഗോഡ് ഈസ് ഹോളി എന്നോട് പറഞ്ഞാൽ ഹീസ് മോസ്റ്റ് ഹോളി, പരിശുദ്ധനായ ദൈവമാണ്. അന്നേരം ആ ദൈവത്തിന്റെ ധാർമ്മികത അനുസരിച്ചുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പിന്നെ ധർമ്മശാസ്ത്രം, എത്തിക്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. മനുഷ്യനുമായിട്ടുള്ള ബന്ധം എങ്ങനെ കീപ്പപ്പ് ചെയ്യാൻ കഴിയും. ചില പറയത്തില്ല, അവൻ പറഞ്ഞതിനകത്ത് യാതൊരു എത്തിക്സും ഇല്ലാതെ വർത്തമാനം പറയുന്ന പറയത്തില്ലേ. നമുക്ക് കിട്ടിയിരിക്കുന്ന മൂല്യങ്ങളൊക്കെ, വാല്യൂസ് ഒക്കെ ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ്. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന മൂല്യങ്ങളാണ് നമ്മളെ നമ്മളാക്കി തീർത്തത്. ആ മൂല്യങ്ങൾ മുഖാന്തരം മനുഷ്യനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സഹകരിച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അടുത്തത് അപ്പോളജറ്റിക്സ്, പ്രതിവാദ സിദ്ധാന്തം എന്ന് പറയും. അപ്പോളജറ്റിക്സ് ഒരു ടോപ്പിക് സബ്ജക്റ്റ് ആണ്, നിങ്ങൾക്കത് പഠിക്കേണ്ടതായിട്ട് വരും പിന്നാലെ. പ്രതിവാദ സിദ്ധാന്തം, നമ്മൾ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചത് ക്രിസ്തുവിൽ കൂടെയാണ്. അതാണ് ഈ അപ്പോളജറ്റിക്സ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കും. പലരും പല നിലകളിലൊക്കെ ദൈവത്തെ കണ്ടുമുട്ടാൻ ശ്രമിച്ചപ്പോൾ നമ്മളൊക്കെ ദൈവത്തെ കണ്ടുമുട്ടിയത് ക്രിസ്തുവിൽ കൂടാണ് പിതാവായ ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം കിട്ടിയത്. ആ ഒരു സിദ്ധാന്തം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി 5-ാമത്തേത് പ്രായോഗിക ദൈവശാസ്ത്രം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ തിയോളജി എന്ന് പറയും. ഇത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രാക്ടിക്കൽ തിയോളജി, പ്രായോഗിക ദൈവശാസ്ത്രം. ഇനി ക്ലാസ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾക്കത് തരാം. പിന്നെ ഓക്കെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക. മറ്റുള്ളവരെ ഈ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ അവരെ ഉണർത്തുക. ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്, നമുക്കൊരു മിഷൻ ഉണ്ട്. മനസ്സിലായോ? ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞാല്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റണം, മറ്റുള്ളവരെ
ഉണർത്തി അത് ചെയ്യാൻ പ്രേരിപ്പിക്കണം. അപ്പോൾ തന്നെ നമുക്കൊരു പേഴ്സണൽ ആയിട്ടൊരു ഡ്യൂട്ടി ഉണ്ട്. നമ്മൾ വിശുദ്ധിയിൽ തികഞ്ഞു വരണം. മനസ്സിലായോ? വി ഹാവ് ടു ഗ്രോ ഇൻ ഹോളിനെസ്. വിശുദ്ധിയിൽ നമ്മൾ വളരണം. ഒന്ന് വായിക്കാമോ? 2 Corinthians chapter 7 verse 1. 2 Corinthians 7:1 വായിച്ചേ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവശവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമുക്കറിയാം, അമ്മണി സിസ്റ്ററുടെ വിശുദ്ധി നമുക്ക് തയ്ക്കാൻ പറ്റിയല്ല. ചാക്കോച്ചാന്റെ വിശുദ്ധി നമുക്ക് തയ്ക്കാൻ പറ്റിയല്ല. തോമാച്ചാന്റെ വിശുദ്ധി നമുക്ക് തയ്ക്കാൻ പറ്റിയല്ല. വ്യക്തിപരമായി ഒരു വ്യക്തിക്ക് മാക്സിമം എവിടം വരെ വിശുദ്ധയായിട്ടോ വിശുദ്ധനായിട്ടോ ജീവിക്കാൻ പറ്റുമോ അവിടം വരെ അവൻ വളരണം. വിശുദ്ധൻ ഇനി അധികം, നീതിമാനിന് അധികം നീതി ചെയ്യട്ടെ, വിശുദ്ധന് അധികം തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അതാണ് അതിനകത്ത് വിഷയം എന്ന് പറയുന്നത്. മനസ്സിലായോ? അന്നേരം ഇന്ന് വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിച്ചാൽ ദൈവാസന്മാർ പുറത്താണ്. ഇന്ന് മനുഷ്യർക്കെല്ലാം വേണ്ടുന്ന ബ്ലെസ്സിങ്സ് ആണ്. ബ്ലെസ്സിങ്സ് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ബ്ലെസ്സിങ്സ് പ്രസംഗിക്കുക എന്നുള്ളതല്ല. അതൊരു പാർട്ടാണ് ദൈവത്തിന്റെ. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം. റോമാലേഖനം 12:1 കാണാതറിയാം നമുക്ക്. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. തൊട്ടു താഴെ പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. മനസ്സിലായോ? അന്നേരം ഈ ലോകത്തിന്റെ ട്യൂൺ അനുസരിച്ച് പോകാൻ ഈ ലോകത്തിന്റെ ട്യൂൺ അനുസരിച്ച് ജീസസ്. അന്നേരം നമ്മൾ ഒരിക്കലും മനുഷ്യനെ നോക്കി അല്ല നമ്മള് ഈ ഹോളിനെസിന്റെ സ്കെയില് കണ്ടുപിടിക്കേണ്ടത്. ലുക്ക് അറ്റ് ക്രൈസ്റ്റ്, ലുക്ക് അറ്റ് ഗോഡ്. ദൈവത്തെ നോക്ക്. ഇന്ന് ലോകത്തിൽ വിശുദ്ധിക്ക് മാതൃകയായിട്ടൊക്കെ നിന്ന് ഒരുപാട് ദൈവദാസന്മാര് തകർന്നു പോയിട്ടുണ്ട്, വീണു പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ദൈവം ഇതുവരെയും പരാജയപ്പെട്ടിട്ടില്ല. പ്രൈസല്ലോ. നമ്മൾ പാടുമല്ലോ, വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്ക. പക്ഷെ ഇന്ന് പണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു, സ്തോത്രം, കർത്താവേ കേൾക്കപ്പെട്ട വചനം 30 അടുത്ത പറ 60 100 മേനിയായി ഫലം കായ്ക്കണം. പക്ഷെ ഇന്ന് ചിലർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബൈബിളിലും അങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്. കർത്താവേ സ്തോത്രം, ഞങ്ങൾ 100 വേനിയായി 60 വേനിയായി 30 വേനിയായി തീരാൻ കൃപ തരണമേ. ദൈവം ആ പ്രാർത്ഥന ഇപ്പം പല സഭകളും കേട്ടുകൊണ്ടിരിക്കുക. നേരെ 100 താഴെ 60 വരുന്നു, പിന്നെ 30 പോവാം. മനസ്സിലായോ? നമ്മൾ എപ്പോഴും താഴോട്ട് പോകുന്ന ഒരു നിലയിലാകല്ല. കാളവണ്ടി പോകുന്ന പോലെ ആയിരിക്കും. കാളവണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. ഉണ്ടോ? കാളവണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. ഇന്നത്തെ എല്ലാ വണ്ടികൾക്കും റിവേഴ്സ് ഉണ്ട്, പുറകോട്ട് എടുക്കാം. കാളവണ്ടി പുറകോട്ട് എടുക്കത്തില്ല. അത് മുന്നോട്ട് തന്നെ അത് പോകത്തുള്ളൂ. എന്ന് പറഞ്ഞവർ വേണം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് റിവേഴ്സ് ഗിയർ ഇല്ലെന്നേ. സ്തോത്രം. ഓക്കെ. അന്നേരം പ്രായോഗിക ദൈവശാസ്ത്രത്തിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ നിറവേറ്റണം. മറ്റുള്ളവരെ ആ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ നയിക്കണം. അതുപോലെ തന്നെ നമ്മൾ വിശുദ്ധിയിൽ തികഞ്ഞു വരണം. ഇതൊക്കെയാണ് ദൈവശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഇനി
പ്രായോഗിക ദൈവശാസ്ത്രത്തിൽ 6 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട് ഈ പ്രാക്ടിക്കൽ തിയോളജിക്കകത്ത്. ഒന്ന്, പ്രസംഗശാസ്ത്രം, അത് ഈ ഹോമിലിറ്റിക്സ് എന്ന് പറയും. HOMILETICS, ഹോമിലിറ്റിക്സ്. എന്താ ഈ ഹോമിലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ? പ്രസംഗശാസ്ത്രം. ഈ പ്രസംഗിക്കുന്നവരൊക്കെ ശരിക്ക് പ്രസംഗശാസ്ത്രം ഒന്ന് അറിഞ്ഞിരിക്കണം. എപ്പോഴും പ്രസംഗശാസ്ത്രം അനുസരിച്ച് അങ്ങ് പ്രസംഗിക്കാൻ പറ്റിയല്ല, എങ്കിലും അതിന്റെ തത്വങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അത് പ്രത്യേകം പഠിക്കാനുള്ള സബ്ജക്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. എങ്കിലും ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ദൈവവചനം അടിസ്ഥാനമാക്കി മാത്രമേ പ്രസംഗം തയ്യാറാക്കാവൂ. മനോരമയും പൂമ്പാറ്റയും വായിച്ചിട്ട് പ്രസംഗം തയ്യാറാക്കല്ലേ. ദൈവവചനം അടിസ്ഥാനമാക്കി മാത്രം പ്രസംഗം തയ്യാറാക്കണം. പ്രസംഗത്തിന് എപ്പോഴും നമ്മൾ വായിക്കുന്ന അത് ഈ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞുവിടാം. പ്രസംഗിക്കുന്ന ദൈവദാസന്മാരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ടല്ലോ, അവർ ശ്രദ്ധിക്കേണ്ട കാര്യം. ഉദാഹരണം, പ്രസംഗം നമുക്ക് ഇന്നൊരു വാക്യം വായിക്കാമെന്ന് പറഞ്ഞിട്ട് സങ്കീർത്തനം 19:1 എന്ന് പറയുമ്പം ഒറ്റ പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾ നിർത്തരുത്. ഒരു പ്രാവശ്യം പറയുമ്പോൾ എല്ലാവരും കേൾക്കുകയില്ല. 2 പ്രാവശ്യം നിങ്ങൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന വാക്യം ജനത്തിന് മുമ്പിൽ പറയണം. മനസ്സിലായോ? എത്ര പ്രാവശ്യം പറയണം? 2. അത് മസ്റ്റാണ്. ചിലരൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം പറയാം, പുറയിരുന്ന് ഏത് വാക്യം എപ്പോ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും തപ്പ ചോദിക്കുക, അന്തരീക്ഷം പോവും. അതുകൊണ്ട് നമ്മളെ നിഷിദ്ധമായിരിക്കുന്ന കടമയാണ്. എന്തുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞുകൂടാ? സങ്കീർത്തനങ്ങൾ 19:1 ഒന്നുകൂടെ പറ. സങ്കീർത്തനങ്ങൾ 19:1. അപ്പുറത്തേന് എന്ത് ചെയ്യും? അത് എടുക്കുകയും ചെയ്യും. ഇനി ആരെങ്കിലും നമ്മൾ പറയുന്നത് ഒന്ന് പറഞ്ഞപ്പോഴേ വായിച്ചു പറയണം. സ്തോത്രം. അത് വായിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മൾ പറയണം, ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം സങ്കീർത്തനങ്ങൾ 19:1 അത് ജനത്തിന് ബോധ്യമാകണം. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മളൊരു മുഖവര പറയേണ്ടത്. അല്ലാതെ വേറെ ഇന്നലെ നമ്മൾ പോയ കാര്യവും വന്ന കാര്യവും ജോലി ചെയ്ത കാര്യമല്ല മുഖവര. മുഖവര ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് വായിച്ച വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. പിന്നെ നമ്മളൊരു മെസ്സേജ് അവിടെ ഉണ്ടാക്കുകയാണ്. അത് ബോഡി എന്ന് പറയും. ഇൻട്രഡക്ഷൻ കഴിഞ്ഞ് പിന്നെ ഒരു ബോഡി. ആ മെസ്സേജിനകത്താണ് പോയിന്റുകളൊക്കെ ഉണ്ടാകേണ്ടത്. മനസ്സിലായോ? നമ്മൾ വായിച്ച വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് 4 പോയിന്റ് ആണോ, 3 പോയിന്റ് ആണോ, 5 പോയിന്റ് ആണോ ഒക്കെ അത് ആ ബോഡിയിലെ ആ സ്ട്രക്ചറിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ കൺക്ലൂഷൻ. കുറഞ്ഞ പക്ഷം ഈ 3 കാര്യങ്ങൾ പ്രസംഗത്തിൽ വേണം. മുഖവര വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം. ഒരു വായിച്ച വാക്യത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജിനോടനുബന്ധിച്ച് ഒരു നല്ല സംഭവ കഥ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ വായിച്ച വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി അതിനോട് ചേർന്നൊരു പാട്ട് പാടുന്നതിന് കുഴപ്പമില്ല. മനസ്സിലായോ? ഈ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണോ പ്രസംഗിച്ചത്, ആ പ്രസംഗം കൊണ്ട് നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചു, അത് ജനത്തിലേക്ക് എന്ത് ചെയ്യണം? അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി അവരെ ഒരു ആഹ്വാനം ചെയ്യണം. വചനം ജനം ഏറ്റെടുക്കാൻ തക്കവണ്ണോ അവരെ അതിലേക്ക് ആഹ്വാനം ചെയ്യണം. അതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു നിലയിൽ തന്നെ വേണം കാര്യങ്ങൾ പോവാൻ. നമുക്ക് നമ്മുടെ പെന്തക്കോസ്ത് ചർച്ചിനൊക്കെ നല്ല ബെല്ലും ബ്രേക്കും ഒക്കെ ഉണ്ട്, എല്ലാ സിസ്റ്റവും ഉണ്ട്. അത് ചിലർക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അത് പഠിച്ച് നമ്മൾ ഉപയോഗിച്ചാൽ വളരെ ഭംഗിയായിരിക്കും. ദൈവം സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. കഴിഞ്ഞിടയ്ക്ക് ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ എല്ലാം പഠിച്ചിരിക്കുക, പാസ്റ്റർ ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് തന്നാൽ മതി. സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ജ്ഞാനം കിട്ടുമോ? അറിവ് കിട്ടുമോ? കിട്ടത്തില്ല. ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഒരു സംഭവം കുറെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 2ാമത്തെ അളിയൻ ചേർത്തല ദൈവവേല ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വിശ്വാസി മരിച്ചുപോയി. അന്നേരം ആ ഫ്യൂണറൽ സർവീസിന് ഞാനും പോയി. അന്നേരം ഞാൻ അളിയനോട് ചോദിച്ചു, എവിടാണ്
പിന്നെ ഡെഡ് ബോഡി അടക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ആലപ്പുഴയാണ് അടക്കുന്നതെന്ന് പറഞ്ഞു. അത് ആരുടെയാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിന്റെ ആണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ആ ഇൻഡിപെൻഡന്റ് ചർച്ചിൽ ഞാൻ ചോദിച്ചു ആരാ അടക്കുന്നേ? അത് ശവക്കോട്ട അവരുടെ ആയതുകൊണ്ട് അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു അവരെ കൊണ്ട് അടപ്പിക്കണം, ഫ്യൂണറൽ സർവീസ് അവർ ചെയ്യാൻ വിട്ടുകൊടുക്കുവാണെങ്കിൽ ശവക്കോട്ട തരാമെന്ന് പറഞ്ഞു. ഓക്കെ, ആരടക്കിയാലും കുഴപ്പമൊന്നും കിട്ടും. അന്നേരം ഞങ്ങളെല്ലാം അവിടെ ചെന്നപ്പോൾ ഈ അടക്കാൻ വരുന്ന ദൈവദാസൻ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വിഷയമാണ് പറഞ്ഞത്. അടക്കാൻ വരുന്ന ദൈവദാസൻ, ഞാൻ പേരൊന്നും പറയുന്നില്ല, വരുന്ന ദൈവദാസൻ വന്ന വഴി ഒരുപടി മണ്ണ് വാരിക്കൊണ്ടാണ് വരുന്നത്. ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. ആ മണ്ണ് വാരി കൈ പിടിച്ചിട്ട് ശവടക്കൊക്കെ അവിടെ നടത്തിയിട്ട് ഈ മണ്ണ് പെട്ടി വെച്ച് മൂടി കഴിച്ചിട്ട് ഈ മണ്ണ് എവിടെ ഇടേണ്ടതെന്ന് പുള്ളിക്ക് അറിയാതെ പോയി. ഏത് സമയത്താ എപ്പോഴാ ഇടേണ്ടതെന്ന് അടക്കി കഴിഞ്ഞിട്ട് മണ്ണ് കയ്യിലുണ്ട്. പറഞ്ഞു മനസ്സിലായോ? എന്താ അതിന്റെ കുഴപ്പം? അറിയത്തില്ല. അറിയാത്ത കാര്യങ്ങൾ പഠിക്കണ്ടേ? അതിന് കീഴ്പ്പെടാൻ തയ്യാറുമല്ല. മനസ്സിലായോ? നമ്മളൊരു കറുത്ത വേദോസം കയ്യിലെടുത്തുകൊണ്ടോ ഒരു വെള്ളയുടുപ്പ് ഇട്ടത് കൊണ്ടോ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ 4 പ്രോഗ്രാം കിട്ടുന്നത് കൊണ്ടോ ശുശ്രൂഷയാകത്തില്ല. ശുശ്രൂഷ ഒക്കെയുള്ള വിളിയുണ്ടെങ്കിൽ പഠിക്കണം. ചിലർ പറയും യേശുവിന്റെ ശിഷ്യന്മാർ എവിടെയാണ് പഠിച്ചത്? യേശുവിന്റെ ശിഷ്യന്മാർ എവിടാ പഠിച്ചതെന്ന് പറഞ്ഞേ, പറയാമോ? യേശുവിനോട് കൂടെ നടന്നു പഠിച്ചത്. പഠിച്ചതല്ലേ അത്? അതിൽ പരം വലിയ ഇത് വേണ്ടല്ലോ. 3.5 വർഷം ഏറ്റവും ഗുരുവായ കർത്താവിന്റെ കോളേജിലാണ് അവർ പഠിച്ചത്. ആ ഭാഗ്യമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളിവിടെ എന്തോ പഠിച്ചാലും, എത്ര PhD എടുത്താലും, എത്ര MDH എടുത്താലും യേശു തമ്പുരാൻ അവരെ പഠിപ്പിച്ചതിന് 7 അയലത്ത് വരത്തില്ല. മനസ്സിലായോ? എന്നിട്ട് അറിയാൻ വയ്യ ചിലർ പറയൂ പത്രോസ് എവിടാ പഠിച്ചത്, യോഹന്നാൻ എവിടാ പഠിച്ചത്? അവരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ അവരാണ് പഠിച്ചത്. നമ്മളെക്കാൾ പഠിച്ചത് അവരാ. മനസ്സിലായോ? അവര് തിയറിയും പഠിച്ചു, അവര് പ്രാക്ടിക്കലും പഠിപ്പിച്ചു. യേശു അവരെ തിയറി പഠിപ്പിക്കും, പിന്നെ പ്രാക്ടിക്കലിന് വിടും, അല്ലേ? വിടും. അതാണ് ഏറ്റവും വലിയ വലിയ സംഭവം എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. പ്രായോഗിക ദൈവശാസ്ത്രത്തിൽ ഉണ്ടായിരിക്കേണ്ട 6 കാര്യങ്ങളിൽ ഒന്നാണ് പ്രസംഗശാസ്ത്രം. രണ്ടാമത്തേത് പാസ്റ്ററൽ തിയോളജി, പരിപാലന ശാസ്ത്രം, പാസ്റ്ററൽ തിയോളജി. അതായത് ദൈവസഭകളിൽ എങ്ങനെ ശുശ്രൂഷിക്കണം, ദൈവസഭയിലെ ശുശ്രൂഷകന്മാർ എപ്രകാരം യോഗ്യതയുള്ളവരായിരിക്കണം സഭകളിൽ. അത് മാത്രമല്ല, പിന്നെ അവരുടെ ശുശ്രൂഷ എങ്ങനെ ആയിരിക്കണം, അവർ പോകുന്ന മിഷൻ ഫീൽഡുകളിൽ എപ്രകാരം ശുശ്രൂഷ ചെയ്യണം, അതറിഞ്ഞിരിക്കണം. അത് പാസ്റ്ററൽ തിയോളജിക്കകത്തുള്ള ഏറ്റവും വലിയ സംഭവമാണ്. ഉദാഹരണം, നിങ്ങൾ ട്രാക്റ്റുകളൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ദൈവസഭ പലരുണ്ട്. ഒരു കാരണവശാലും ഫ്രണ്ട് ഡോറിൽ ബെല്ലടിച്ച് തുറക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ആരും ഇല്ലെന്ന് കണ്ട ഒരു കാരണവശാലും വീടിന്റെ ബാക്ക് അടുക്കള ഭാഗത്തെ ഡോറിൽ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോകല്ലേ. മനസ്സിലായോ? ചിലർ പറയും, നമ്മളൊക്കെ പഴയ കാലത്തൊക്കെ പോകുമ്പോൾ ചിലർ പറയും, ഫ്രണ്ട് ഡോർ തുറന്നിട്ടില്ല, നമുക്ക് ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഒരു പരിചയമില്ലാത്ത വീടാ, ചിലപ്പോൾ അടി കിട്ടും. അങ്ങനെയൊന്നും പോകാൻ പാടില്ല. എന്നാലും നമ്മളെ സഭകളിൽ എങ്ങനെ നമ്മൾ ആക്ട് ചെയ്യണം, നമ്മുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെ ആയിരിക്കണം, മിഷൻ ഫീൽഡിൽ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം, മനസ്സിലായോ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ മിഷൻ ഫീൽഡിൽ ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ചിലർ ബിസി ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ ബ്രദറെ നിൽക്കരുത് പറയണമെന്ന് പറഞ്ഞു, എനിക്കിപ്പം വണ്ടി വരും, അല്ലെങ്കിൽ ട്രെയിൻ വരും, വേറൊരു ദിവസം ആടെന്ന് പറഞ്ഞു, പിന്നെ അവനെ പിടിച്ചു നിർത്തി സംസാരിക്കാൻ പോകല്ലേ. അവനെ കേൾക്കുകയില്ല, കാരണം അവന് വലുത് അവൻ പോകുന്ന വണ്ടിയാണ്. മനസ്സിലായോ? അതിനുള്ള ട്രെയിനിങ്, മിഷൻ ട്രെയിനിങ് നന്നായി പ്രാപിക്കണം. മനസ്സിലായോ? അതുപോലെ തന്നെ അംഗത്വ നിർണയ ശാസ്ത്രം, കറ്റാക്കറ്റിക്സ് എന്ന് പറയും. അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ
ദൈവസഭയുടെ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗമാകുന്നത് എപ്പോഴാണെന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യമാണ്. നമ്മുടെയൊക്കെ നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന സഭയിലൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോൾ സഭ അവരെ പരിപാലിക്കും നോക്കുമെങ്കിൽ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ലോക്കൽ യൂണിറ്റ് അല്ല, യേശുവിന്റെ ശരീരമാണ്. യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാണെങ്കിൽ ആദ്യം അവൻ രക്ഷിക്കപ്പെടണം, പിന്നെ സ്നാനപ്പെടണം, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെടണം. മനസ്സിലായോ? അങ്ങനെയാണ് ആ മെമ്പർഷിപ്പ്. അതിനെക്കുറിച്ചൊക്കെ നന്നായി അറിയണം. അതുപോലെ തന്നെ പിന്നെ ഒരാളെ സഭയിൽ നിന്ന് എന്ത് കാരണം ചൊല്ലി മുടക്കാൻ പറ്റും, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മറ്റു മതസ്ഥർ നമ്മുടെ സഭയിൽ വന്നാൽ അവരെ എങ്ങനെ ഉൾക്കൊള്ളണം, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ആരാധനയുടെ ക്രമം എന്താണെന്ന് പഠിക്കണം. ആരാധനയുടെ ക്രമം. ഞാൻ ഈ ഒരുപാട് ചർച്ചകളൊക്കെ പല രാജ്യത്തും പല സഭകളിലൊക്കെ പോകുന്ന ഒരു ദൈവാസനായതുകൊണ്ട് ചില സഭകളിലൊക്കെ പോകുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നിയിട്ടുണ്ട്. ഒരു സഭയിൽ ചെന്നപ്പോൾ ആകപ്പാടെ 30 പേരേ ഉള്ളൂ. തിരുവത്താഴത്തിന് 4 ബണ്ണാണ് കൊണ്ടുവച്ചേക്കുന്നത്. ആ ഒരു ബണ്ണിന്റെ 4-1 മതി അവിടെ ഉള്ളവർക്ക് കൊടുക്കാൻ. പക്ഷെ എത്ര ബണ്ണാ കൊണ്ടുവച്ചേക്കുന്നത്? 4 ബണ്ണ്. ഇതിന്റെ ആവശ്യതയില്ലല്ലോ. അപ്പൊ ഒറ്റ ബണ്ണ് മതി. എന്നിട്ട് തിരുവത്താഴം എന്താണെന്ന് പോലും പലർക്കറിയത്തില്ല. ആദ്യം അപ്പം എടുത്ത് വാഴ്ത്തി കൊടുക്കേണ്ട ഒരു വരവും വീഞ്ഞെടുത്ത് കൊടുത്തിട്ട് പിന്നെ അപ്പം കൊടുത്ത ചരിത്രമുണ്ട്. അറിയത്തില്ല. മനസ്സിലായോ? നമ്മളൊക്കെ ഒത്തിരി ശരിക്കും പഠിച്ച് മനസ്സിലാക്കി വന്നത് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തയില്ല. പല സ്ഥലങ്ങളിൽ പോകണം, ഭയങ്കര തലേ കൈവച്ചു പോകും നമ്മൾ. മനസ്സിലായോ? പല സഭകളിലും കുളിച്ചിട്ട് തോർത്താതെ ഇറങ്ങി വരുന്ന പോലുള്ള ശുശ്രൂഷയാണ് നടക്കുന്നത്. പ്രാക്ടിക്കൽ തിയോളജി, ഈ പാസ്റ്ററൽ തിയോളജി എന്നൊക്കെ പറയുന്നത് ശരിക്കും മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ളതാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവാഞ്ചലിസം, സുവിശേഷീകരണം എന്നുള്ളത് ദൈവസഭയുടെ ഒരു അഭിവാജ്യ ഘടകമാണ്. അപ്പോസ്തലപ്രവൃത്തി 1:8 വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലെ യഹൂദ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ആമേൻ. We are called to propagate the gospel of Christ. അതിനാ ദൈവം നമ്മെ വിളിച്ചത്. മനസ്സിലായോ? നമ്മളെ ദൈവം വിളിച്ചത് സുവിശേഷം പറയാനാണ്. This is our mission. What is the Great Commission? Gospel of Matthew chapter 28 verses from 20 to 20. There you can see like this. എന്താ എഴുതിയേക്കുന്നത്? യേശു അടുത്ത സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും നിങ്ങളുടെ ശിഷ്യരാക്കിക്കൊള്ളു. ഗോ ആൻഡ് മേക്ക് ദ ഡിസൈപ്പിൾസ്. അതാണ് എന്റെ രത്നം വെച്ചുകൊടുക്കുക. പോകുക, ശിഷ്യരാക്കി തീർക്കുക. ആരുടെ ശിഷ്യര്? യേശുക്രിസ്തുവിന്റെ. Make the disciples for Christ, not for you, not for the organization. ആരുടെ ശിഷ്യരാക്കണം? ദൈവത്തിന്റെ ശിഷ്യരാക്കണം, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാക്കണം. അതിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ദൈവസഭയുടെ ഭരണ സംവിധാനം എന്ന് പറയുന്നത്, പല സഭകൾക്കും കമ്മിറ്റിയുണ്ട്, ഒരു ഭരണ സംവിധാനമാണ്. വലിയ ധാരാളം വിശ്വാസികളുള്ള സഭകൾക്കൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഒരു പാസ്റ്റർ കഴിയത്തില്ല. അതിന് ഭരണ സംവിധാനങ്ങളുണ്ട്. ആ ഭരണ സംവിധാനങ്ങൾ എങ്ങനെ ആയിരിക്കണം? അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം അനുസരിച്ചുള്ളതായിരിക്കണം. എന്നെങ്കിലേ സ്മൂത്ത് ആയിട്ട് ഒരു ചർച്ച് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാന സത്യങ്ങളാണ്.
മാസ്റ്റർ 6 കാര്യം പറഞ്ഞില്ലേ, അതൊന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചാട്ടോ. ഒന്ന്, പ്രായോഗിക ദൈവശാസ്ത്രത്തിൽ 6 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പ്രസംഗശാസ്ത്രം അല്ലെ ഹോമിലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തിരുവചനം അടിസ്ഥാനമാക്കി പ്രസംഗം തയ്യാറാക്കുക. സെക്കൻഡ് വൺ, പാസ്റ്ററൽ തിയോളജി അല്ലെങ്കിൽ പരിപാലന ദൈവശാസ്ത്രം. സഭകളിലും മിഷൻ ഫീൽഡിലും നിയോഗിക്കപ്പെട്ടവർ അവരുടെ യോഗ്യതകൾ മനസ്സിലാക്കി ശുശ്രൂഷകൾ നിറവേറ്റുക. അതാണ് പാസ്റ്ററൽ തിയോളജി. മൂന്നാമത് കാറ്റഗറ്റിക്സ്, CATECHETICS, അംഗത്വ നിർണയ ശാസ്ത്രം. അതായത് അതിന്റെ അതെന്താണെന്നുള്ളത് ഒരു 4 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. ഒരു കുട്ടി ജനിച്ചാൽ സഭയിൽ അംഗമാകുന്നത് എപ്പോൾ? 2, അവനുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ. 3, ഇതര മതസ്ഥർ മനം തിരിഞ്ഞു വന്നാൽ സഭാംഗത്വം കൊടുക്കാനുള്ള നിയമങ്ങൾ. അടുത്തത് അംഗത്വം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ഈ അംഗത്വ നിർണയ ശാസ്ത്രത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത 4-മത്തേത് ആരാധനക്രമം, ലിറ്റർജീസ്, LITURGIES. ഇന്ന് ഒരുപാട് ആരാധനയുണ്ട്, ഭൂമി ഒത്തിരി ആരാധനയുണ്ട്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാവർക്കും ആരാധനയുണ്ട്. എന്നാൽ ഈ ആരാധനകളെല്ലാം നടക്കുമ്പോൾ നമുക്ക് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ട്രൂ വർഷിപ്പ്. സത്യ ആരാധന എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. ആരാധനക്രമം അതിന്റെ രീതി നമ്മൾ മനസ്സിലാക്കണം. 5-മത്തേത് സഭയുടെ പ്രമാണമാണ്, ഇവാഞ്ചലിസം, ആക്ട്സ് ചാപ്റ്റർ 1:8 നമ്മളിപ്പോൾ വായിച്ചല്ലോ. പിന്നെ അടുത്തത് ഈ പാസ്റ്ററൽ തിയോളജി, പരിപാലന ശാസ്ത്രം. അതൊന്നുകൂടെ അതിന്റെ ഹെഡിങ്, അതിന്റെ വിശദീകരണം ഇത്രയേ ഉള്ളൂ. സഭയുടെ ഭരണ സംവിധാനം അത് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവജനം അനുസരിച്ചായിരിക്കണം. ഇതാണ് 6 കാര്യങ്ങൾ. ഇനി ഞാനൊരു 5 മിനിറ്റ് ഷോർട്ട് ബ്രേക്ക് തരികയാണ്. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാന സത്യങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് അത് പഠിച്ചെങ്കിൽ മാത്രമേ അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റുകയുള്ളൂ. ഇത് തിയോളജിയാണ്, അതുകൊണ്ട് ഇച്ചിരി ടഫായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇത് പഠിക്കാതിരിക്കാൻ പറ്റുകയില്ല. നമ്മൾ ഒരു സ്കൂളിൽ പോകുമ്പോൾ കണക്ക് പ്രയാസമാണെന്ന് പറഞ്ഞ പോലെ ഈ ബൈബിൾ കോളേജ് ഏറ്റവും പ്രയാസമുള്ള ടോപ്പിക്കാണ് തിയോളജി എന്ന് പറയുന്നത്. അത് പഠിക്കാതിരിക്കാൻ പറ്റുകയില്ല കേട്ടോ. എങ്കിലും കുറച്ചുകൂടി കഴിയുമ്പോൾ അതെല്ലാം നല്ല ഭംഗി, ഇതിന് ഫൗണ്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. 5 മിനിറ്റ്സ് ഷോർട്ട് ബ്രേക്ക്.